കഴിഞ്ഞ 2-3 സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്ന വെക്ടേഴ്സിനെ കുറിച്ചാണ്. വെക്ടറിന്റെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞു നിർത്തിയേക്കുന്നത് ക്രോസ് പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയേക്കുന്നത്. വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റും അതുപോലെ ക്രോസ് പ്രോഡക്റ്റും. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ വെക്ടേഴ്സിന്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ വെക്ടർ വെച്ചുകൊണ്ട്, വെക്ടറിന്റെ ഐഡിയ വെച്ചുകൊണ്ട് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ, അതായത് മോഷൻ പ്ലെയിൻ എന്ന ചാപ്റ്ററിലേക്ക് പോവുകയാണ്. അതിൽ പറയുന്ന പ്രൊജക്ടൈൽ മോഷനെ കുറിച്ചാണ് പറയുന്നത്. പ്രൊജക്ടൈൽ മോഷൻ, പ്രൊജക്ടൈൽ മോഷൻ എന്താണ് ഒരു പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ കല്ലെടുത്ത് എറിയുകയാണ്. കല്ലെടുത്ത് എങ്ങോട്ടെങ്കിലും എറിയുക. കല്ലെടുത്ത് എറിയുമ്പോൾ കല്ല് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങൾ കല്ലിന് ഒരു വെലോസിറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ കല്ല് എറിയാനായിട്ട് വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി കൊണ്ട് അത് മുകളിലോട്ട് പോയി അല്ലെങ്കിൽ സ്പേസിലേക്ക് മൂവ് ചെയ്യുന്നു. സ്പേസിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്നും കല്ല് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. പിന്നെ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അങ്ങനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ പ്രസൻസിൽ മൂവ് ചെയ്യുന്ന ഏതൊരു ബോഡിയെയും നമുക്ക് പ്രൊജക്ടൈൽ എന്ന് വിളിക്കാം. അപ്പൊ ഒറ്റ ഫോഴ്സ് മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഏത് ഫോഴ്സ്? ഓൺലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അവർ പാർട്ടിക്കിളിനെ പ്രൊജക്ടൈൽ എന്ന് പറയണമെങ്കിൽ ആ പ്രൊജക്ടൈൽ പാർട്ടിക്കിളിന് നിങ്ങൾ ഒരു വെലോസിറ്റി കൊടുക്കണം, ഒരു ഇനിഷ്യൽ വെലോസിറ്റി കൊടുക്കണം. അതിനുശേഷം സ്പേസിൽ മൂവ് ചെയ്യണം. മൂവ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നൊരു ഫോഴ്സ് മാത്രമേ വരാവൂ. വേറെ ഒരു ഫോഴ്സും അവിടെ അപ്പിയർ ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ മൂവ് ചെയ്യുന്ന പാത്തിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, അതെല്ലാം നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു സങ്കല്പിച്ചോളാം. എല്ലാ ഡെസിപ്പേറ്റഡ് ഫോഴ്സസും ആബ്സെന്റ് ആണ്. ഓപ്പോസിറ്റ് ഫോഴ്സ് ഒന്നും പ്രസന്റ് ആണെന്ന് സങ്കല്പിക്കരുത്. എല്ലാ ഓപ്പോസിറ്റ് ഫോഴ്സും ആബ്സെന്റ് ആണ്. അപ്പൊ പാർട്ടിക്കിൾ ഈസ് സെഡ് ടു ബി പ്രൊജക്ടൈൽ, അല്ലെങ്കിൽ projectile is the name given to a body so that it is given an initial velocity and then moves in space under the influence of gravity alone. ആ പ്രൊജക്ടൈൽ പാത്ത് രണ്ട് തരത്തിലുള്ള പ്രൊജക്ടൈൽ നമ്മൾ പഠിക്കാനുണ്ട്. ഒന്ന് ഒബ്ലിക് പ്രൊജക്ടൈൽ, ഒരു കല്ല് ചരിച്ചെറിയുകയാണ്. കല്ല് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ചരിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ കല്ലിങ്ങനെ പോകും. ഇങ്ങനെ ചരിച്ചെറിയുന്നതിനെ വിളിക്കുന്നവരാണ് ഒബ്ലിക് പ്രൊജക്ടൈൽ എന്നും. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ എറിയണമെങ്കിൽ, ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ കല്ല് പോകുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിട്ട് കല്ലിങ്ങനെ കറങ്ങി താഴേക്ക് വരും. അതിന് വിളിക്കുന്ന ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പ്രൊജക്റ്റിൽ രണ്ടെണ്ണമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് ഒബ്ലിക് അല്ലെങ്കിൽ ആംഗുലാർ പ്രൊജക്ടൈൽ. ഹൊറിസോണ്ടൽ ഡയറക്ഷനുമായിട്ട് ഒരു ആംഗിളിലാണ് നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഒബ്ലിക് അല്ലെങ്കിൽ ആംഗുലാർ പ്രൊജക്ടൈൽ എന്ന് വിളിക്കും. നമ്മൾ ആംഗുലാർ പ്രൊജക്ടൈലിലേക്ക് പോവാണ്. ആംഗുലാർ പ്രൊജക്ടൈൽ. അപ്പോ കല്ല് എങ്ങനെ എറിയുന്നു നമ്മള്? അപ്പൊ ഇത് വെർട്ടിക്കൽ ഡയറക്ഷൻ, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ. ഓക്കെ, കല്ല് നിങ്ങൾ ഇവിടെ നിന്ന് എറിയുന്നു. എറിയുമ്പോ കല്ലിന്റെ പാത്ത് എന്ന് പറയുന്ന ഒരു പരാബോളിക് പാത്ത് വന്നാൽ, ഇങ്ങനെ പാത്ത് വന്നാൽ അത് നമുക്ക് എന്ത് വിളിക്കാം? ഇങ്ങനെ വരുന്ന പാത്തിനെ വിളിക്കുന്ന പേരാണ്, ഇങ്ങനെ വിളിക്കുന്ന പാത്തുള്ള പ്രൊജക്ടൈൽ വിളിക്കുന്ന പേരാണ് ഒബ്ലിക് പ്രൊജക്ടൈൽ. അപ്പൊ പ്രൊജക്ടൈൽ ഒബ്ലിക് ആണെങ്കിൽ ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണ്. ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണ്. അതിന്റെ വെർട്ടിക്കൽ ആണ് വൈ ഡയറക്ഷൻ. അത് വെർട്ടിക്കൽ എന്ന് വിളിക്കാം. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. ഈ പോയിന്റ്, ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിലെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് ടാൻജന്റ് വരച്ചാൽ മതി. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി is given by tangent. അപ്പൊ ഈ പോയിന്റിലെ വെലോസിറ്റി ഡയറക്ഷൻ ടാൻജന്റ് ആണ്. അടുത്ത പോയിന്റ് എടുത്താൽ അത് ടാൻജന്റ് ആണ്. ഈ പോയിന്റ് ആണെങ്കിൽ അവിടുത്തെ ടാൻജന്റ് ആണ്. ഈ പോയിന്റ് ആണെങ്കിൽ അവിടുത്തെ ടാൻജന്റ് ആണ്. അപ്പൊ ഈ വരച്ചിരിക്കുന്ന ടാൻജന്റ് ആണ് നിങ്ങളുടെ ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം എറിഞ്ഞ കല്ല് എറിഞ്ഞപ്പോഴുള്ള സ്പീഡാണ് u എന്ന് പറയുന്നത്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി u, അത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഞാൻ തീറ്റ എന്നെടുക്കും. ഹൊറിസോണ്ടൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. ആ തീറ്റ വിളിക്കുന്നവരാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ ആണല്ലോ. അപ്പൊ u എന്ന വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ.
അങ്ങനെയാണെങ്കിൽ ഈ വെലോസിറ്റി യുവിനെ എനിക്ക് രണ്ട് കമ്പോണന്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. റെസൊല്യൂഷൻ നേരത്തെ പഠിച്ചതാ. ഒരു വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് വെക്ടറാക്കി മാറ്റുന്ന പ്രോസസ്സാണ് റെസൊല്യൂഷൻ. ആ കമ്പോണന്റ്സ് ഏതൊക്കെയെന്നും പഠിച്ചിട്ടുണ്ട്. ഒന്ന് കോസ് കമ്പോണന്റും മറ്റത് സൈൻ കമ്പോണന്റുമാണ്. അപ്പൊ ഏതാ കോസ് കമ്പോണന്റ് വരുന്നത്? ഈ യു എന്ന വെലോസിറ്റിയെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് കമ്പോണന്റ് ആക്കിയാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ ആയിരിക്കും. ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റയും വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റയുമാണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ, വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ. ഓക്കെ ആണല്ലോ. ഇനി ഒരു കാര്യം പറയാണ്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു എന്ന വെലോസിറ്റിയെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് വെക്ടർ ആക്കി കഴിഞ്ഞാൽ ഇനി ആരില്ല? യു ഇല്ല. ഉള്ളത് യു കോസ് തീറ്റയും യു സൈൻ തീറ്റയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യു ആണ്. പക്ഷെ ഇനിഷ്യൽ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റയാണ്. ഇനിഷ്യൽ വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റയാണ്. ആണല്ലോ. ഇനിഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയെന്ന് ചോദിച്ചാലോ? ഇനിഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് യു കോസ് തീറ്റയാണ്. ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റിയോ യു സൈൻ തീറ്റയുമാണ്. അപ്പൊ നിങ്ങൾ യു എന്ന വെലോസിറ്റിയെ രണ്ട് കമ്പോണന്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് യു കോസ് തീറ്റയും അടുത്ത യു സൈൻ തീറ്റയും. അതിൽ യു കോസ് തീറ്റ ഹൊറിസോണ്ടൽ, യു സൈൻ തീറ്റ വെർട്ടിക്കൽ. ഓക്കെ ആണല്ലോ. ഇത് ഇനിഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയിട്ട്, ഇത് ഇനിഷ്യൽ വെർട്ടിക്കൽ ആയിട്ട്. ഒന്നും കൂടി അടുത്തൊരു പോയിന്റിലേക്കാണ് ഞാൻ അടുത്ത നിയർ ബൈ പോയിന്റ്. ഈ പോയിന്റ്, ആ പോയിന്റ് എടുത്താൽ അവിടുത്തെ വെലോസിറ്റി ഡയറക്ഷൻ ടാൻജന്റ് ആണ്. ടാൻജന്റ് ഇങ്ങനെ ഞാൻ u1 എന്നെടുക്കാം. u1. അപ്പൊ ഈ പോയിന്റിന് ഹൊറിസോണ്ടൽ വരയ്ക്കുമ്പോൾ എക്സിന് പാരലായിട്ട്, എക്സ് ഡയറക്ഷന് പാരലായിട്ട് ലൈൻ വരച്ചാൽ ലൈൻ ഇങ്ങനെ വരുന്നത്. ഈ എക്സിന് പാരലായിട്ട് ലൈൻ വരച്ചു, അതാ ഹൊറിസോണ്ടൽ. ഈ ആംഗിൾ തീറ്റ ആയിരിക്കത്തില്ല, തീറ്റയേക്കാൾ ചെറിയ ആംഗിൾ ആയിരിക്കും. ഈ ആംഗിൾ ഈ ആംഗിൾ തുല്യമാകും? ഒരിക്കലുമല്ല. ഈ രണ്ടിന്റെ ഡയറക്ഷൻ ഡിഫറെന്റ് അല്ലേ? അപ്പൊ ഈ ആംഗിൾ തീറ്റ ഞാൻ 1 എന്നെടുക്കാൻ തീറ്റ ആവും. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി u1 മേക്സ് തീറ്റ ആവും. എങ്ങനെ കമ്പോണന്റ് ആക്കിയാൽ ഇത് u1 കോസ് തീറ്റ 1 എന്നും വരും, ഇത് u1 സൈൻ തീറ്റ 1 എന്നും വരും. അപ്പൊ രണ്ട് കമ്പോണന്റ് ആക്കി u1 സൈൻ തീറ്റ ആവും, u1 കോസ് തീറ്റ ആവും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇതല്ലേ മാക്സിമം ഹൈ പോയിന്റ്. അതിനപ്പുറത്തൊരു പോയിന്റ് എടുക്കാൻ പോകണം. ഈ പോയിന്റ്, ആ പോയിന്റ് എടുത്താൽ അവിടുത്തെ വെലോസിറ്റി എങ്ങോട്ടാ? മാക്സിമം ഹൈറ്റിൽ നിന്ന് പകുതി ഹാഫ് കഴിഞ്ഞ് അടുത്ത ഹാഫ് എടുക്കുകയാണ്. ഈ പോയിന്റ് എടുത്താൽ ഇവിടുത്തെ വെലോസിറ്റി ഡയറക്ഷൻ ടാൻജന്റ് വെലോസിറ്റി. ആ വെലോസിറ്റി ഞാൻ v2 എന്ന് എടുക്കുന്നു. v1 അടുത്ത v2. ഇവിടുത്തെ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അങ്ങോട്ട് വരും. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ? ഹൊറിസോണ്ടൽ മീൻസ് എപ്പോഴും എക്സ് ഡയറക്ഷൻ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷന് പാരലായിട്ട് ലൈൻ വരച്ചാൽ അതാണ് ഹൊറിസോണ്ടൽ. അപ്പൊ ഈ ആംഗിൾ വീണ്ടും ഞാൻ എടുക്കുന്നു തീറ്റ 2, v2 തീറ്റ 2. ആ വെലോസിറ്റിയെ u2 നമ്മൾ u എന്നല്ല എടുക്കുന്നത്, u2. ആ u2 എന്ന വെലോസിറ്റിയെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് കമ്പോണന്റ് ആക്കി. ആ u2നെ സ്പ്ലിറ്റ് ചെയ്ത് കമ്പോണന്റ് ആക്കിയാൽ വീണ്ടും വരുന്നു u2 കോസ് തീറ്റ 2 ഹൊറിസോണ്ടലും വരും. പക്ഷെ വെർട്ടിക്കൽ എങ്ങോട്ടാ വരുന്നത്? വെർട്ടിക്കൽ ഈ പോയിന്റിന് വെർട്ടിക്കൽ വരുന്നത് താഴേക്ക് വരുള്ളൂ. ഇതിനിപ്പുറത്തോട്ട് ഏത് പോയിന്റ് എടുത്താലും വെർട്ടിക്കൽ മുകളിലോട്ടാണ്. ഇതിനിപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ വെർട്ടിക്കൽ താഴേക്കാണ്. കാരണം ആ കമ്പോണന്റ് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന രണ്ട് കമ്പോണന്റിന്റെ ഇടയ്ക്കായിരിക്കണം നമ്മൾ ഒറിജിനൽ. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാവും. സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന രണ്ട് വെക്ടറിന്റെ ഇടയ്ക്ക് വരണമാര് നമ്മളെ ഒറിജിനൽ വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും മുകളിലോട്ടൊന്നും ശരിയാകത്തില്ലല്ലോ. അപ്പൊ താഴേക്കല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പൊ താഴേക്കാണ് u2 സൈൻ തീറ്റ 2 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഞാൻ കുറെ കമ്പോണന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കമ്പോണന്റ് എല്ലാം ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്കൊരു പോയിന്റ് എത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റുകളെല്ലാം വെലോസിറ്റിയെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് കമ്പോണന്റ് ആക്കി. ആ രണ്ട് കമ്പോണന്റ് ഒന്ന് സൈൻ കമ്പോണന്റ് ആണ്, ഒന്ന് കോസ് കമ്പോണന്റ് ആണ്. കോസ് കമ്പോണന്റ് ഡയറക്ഷൻ മാറുന്നുണ്ടോ ഇല്ലയോ അത് പറ. ഇവിടെ യു കോസ് തീറ്റ ഇങ്ങോട്ട്,
u1 cos θ 1 ഇങ്ങോട്ട് u2 cos θ 2 ഇങ്ങോട്ട്. അപ്പൊ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണെങ്കിലോ ഈ പോയിന്റ് വെലോസിറ്റി യു ഡാഷ് എടുക്കേണ്ട യു ഡാഷ് ഹൊറിസോണ്ടലും അങ്ങോട്ട് തന്നെയാണ്. അപ്പൊ ആംഗിൾ തീറ്റ 0 ആണ്. ഹൊറിസോണ്ടലും അങ്ങോട്ട് തന്നെയാണ്. നമുക്ക് ആംഗിൾ തീറ്റ 0. അപ്പൊ കമ്പോണന്റ് എടുത്താൽ യു ഡാഷ് കോസ് 0യും ഇങ്ങോട്ട് യു ഡാഷ് സൈൻ 0യും വരും. നമുക്കറിയാം സൈൻ 0 0 ആണ്. അപ്പൊ ഈ വെർട്ടിക്കൽ കമ്പോണന്റ് എത്രയായി പോയി? വെർട്ടിക്കൽ കമ്പോണന്റ് അവിടെ 0 ആയി പോവാണ്. അപ്പോഴും ആരുണ്ട്? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്. അപ്പൊ ഏത് പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഈ പ്രൊജക്റ്റൈൽ പാത്തിൽ നിങ്ങൾ ഏത് പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ആ പോയിന്റുകളിലെല്ലാം വെലോസിറ്റിയെ സ്പ്ലിറ്റ് ചെയ്ത് 2 കമ്പോണന്റ് ആക്കുമ്പോൾ അതിൽ ഒരു കമ്പോണന്റിന്റെ ഡയറക്ഷൻ തിരിയുന്നുണ്ട്, ഒന്നിനൊന്നും സംഭവിക്കുന്നില്ല. ഒരു കമ്പോണന്റിന് ഒന്നും സംഭവിക്കുന്നില്ല. അതായത് u1 cos θ അല്ലെ u cos θ എന്ന കമ്പോണന്റിന് ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. പക്ഷേ സൈൻ കമ്പോണന്റ് തിരിയുകയാണ്, സൈൻ കമ്പോണന്റ് റിവേർട്ട് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് പറയാം ഈ 2 കമ്പോണന്റില് u cos θ കമ്പോണന്റ് ആൾവേസ് റിമൈൻസ് കോൺസ്റ്റന്റ്. u cos θ മാറുന്നേ ഇല്ല. അതായത് ഇവിടുത്തെ u cos θ തന്നെ ആയിരിക്കും ഇവിടുത്തെ u1 cos θ 1. അതിനായിരിക്കും u ഡാഷ് കോസ് 0, അതിനായിരിക്കും u2 cos θ 2. അതായത് u1 u cos θ എന്ന് പറയുന്നത് u1 cos θ 1 തുല്യമാണ്, അത് u2 cos θ 2 തുല്യമാണ്. എന്ന് വെച്ചാൽ which implies that u cos θ equal to a constant. അപ്പൊ കമ്പോണന്റ് u cos θ ക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. u കമ്പോണന്റ് ആൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. വെർട്ടിക്കൽ ഡയറക്ഷനിലെ കമ്പോണന്റ് ഇൻവേർട്ട് ചെയ്യാനുള്ള കാരണം എന്താ എന്ന് ആലോചിച്ചു. വെർട്ടിക്കൽ ഡയറക്ഷനിലെ കമ്പോണന്റ് തിരിയാനുള്ള കാരണം എന്താ? ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത് എപ്പോഴും വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു ഫോഴ്സും ഇല്ല, വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമേ ഫോഴ്സ് ഉള്ളൂ. പ്രൊജക്റ്റൈൽ ആകണമെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ആകാവൂ. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റിന് മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആ ഡയറക്ഷനിൽ ഫോഴ്സ് ഇല്ല, ആ ഡയറക്ഷനിൽ ആക്സിലേഷൻ ഇല്ല. അപ്പൊ ആക്സിലേഷൻ എത്ര? ഹൊറിസോണ്ടൽ ആക്സിലേഷൻ എത്രയായിരിക്കും? അത് 0 ആയിരിക്കും. അപ്പൊ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ആക്സിലേഷൻ എപ്പോഴും എത്രയാ? ആക്സിലേഷൻ എപ്പോഴും 0 ആണ്. ബിക്കോസ് ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആൾവേസ് റിമൈൻസ് കോൺസ്റ്റന്റ്. ഓക്കെ ആണല്ലോ. ഇനി പ്രൊജക്റ്റിലെ 3 ടേമുകൾ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാം. ഇത് നോക്കുക, ഇത് മാക്സിമം ഹൈറ്റ് ആണ്. ഈ ഡിസ്പ്ലേസ്മെന്റ്, ഈ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വിളിക്കുന്ന പേരാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. ദ മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ പ്രൊജക്റ്റൈൽ മോഷൻ. നിങ്ങൾ ഇവിടുന്ന് കല്ലെറിഞ്ഞു, കല്ല് പറന്ന് ഇവിടെ എത്തി, അതിന് സമയം എടുത്ത് കാണത്തില്ലേ? ആ സമയത്ത് വിളിക്കുന്ന പേരാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ടു കംപ്ലീറ്റ് ദ പ്രൊജക്റ്റൈൽ മോഷൻ ഈസ് കാൾഡ് ടൈം ഓഫ് ഫ്ലൈറ്റ്. കല്ല് ഇവിടുന്ന് എറിഞ്ഞു, കല്ല് ഇവിടെ വീണു. അപ്പൊ ഈ ഡയറക്ഷനിലെ കല്ല് ഡിസ്പ്ലേസ്മെന്റ്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ്. ആ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പൊ 3 കാര്യങ്ങൾ: മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഈ 3ന്റെയും ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യാൻ പോകണം. ഈ 3 ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാൻ പോകണം. മാക്സിമം ഹൈറ്റിന്റെയും ടൈം ഓഫ് ഫ്ലൈറ്റിന്റെയും റേഞ്ചിന്റെയും ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ് ക്ലിയർ ആയല്ലോ. അപ്പൊ പ്രൊജക്റ്റിൽ എന്താണ്? പ്രൊജക്റ്റിൽ ആകണമെങ്കിൽ വെലോസിറ്റി കൊടുക്കണം, സ്പേസിൽ മൂവ് ചെയ്യണം, പ്രസൻസ് ഓഫ് ഗ്രാവിറ്റി മാത്രം. ഓക്കെ, അപ്പോ അതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഈസ് ആൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ.